സ്കൂൾ യൂണിഫോം രംഗത്ത് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ സംവിധാനമായി മാറിയിരിക്കുകയാണ് തിരൂർ ബാസിസിൽ. വർഷങ്ങളായി തിരൂരിലെയും ജില്ലയിലെ തന്നെ വലിയൊരു വിഭാഗം സ്കൂളുകളുടെയും യൂണിഫോമുകൾ മൊത്ത വിപണിയായും ചില്ലറ വിപണിയായും നൽകിക്കൊണ്ടിരിക്കുന്ന ബാസിത് സിൽക്കിൽ സർക്കാർ അർദ്ധ സർക്കാർ വിദ്യാലയങ്ങളിലെ എല്ലാത്തരം യൂണിഫോമുകളും എല്ലാത്തരം മെറ്റീരിയലുകളിലും ലഭിക്കുന്നു എന്നത് തന്നെയാണ് അധ്യാപകരെയും രക്ഷിതാക്കളെയും ഒരേപോലെ ബാസിത് വെഡ്ഡിങ്ങിലേക്ക് ആകർഷിക്കുന്നത്. തിരൂർ ബാസിക് വെഡ്ഡിംഗ് സെന്റർ വർഷങ്ങളായി ജനമനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനമാണ്. വിവാഹാഘോഷങ്ങൾക്കുള്ള വസ്ത്രങ്ങളുടെ വലിയ ശ്രേണി തന്നെ ഇവിടെ ജനങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ മറ്റുള്ള ആഘോഷ പരിപാടികൾക്കും വ്യത്യസ്ത രീതിയിലുള്ള കളക്ഷനുകളാണ് തിരൂർ ബാസിത് വെഡ്ഡിംഗ് ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ ഇതിനൊക്കെ അപ്പുറം കാലങ്ങളായി സ്കൂൾ യൂണിഫോം രംഗത്ത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിശ്വാസം പിടിച്ചുപറ്റിയും ഉറ്റമിത്രമായും മാറിയിരിക്കുകയാണ് തിരൂർ പൂങ്ങോട്ടുകുളത്ത് പ്രവർത്തിക്കുന്ന ബാസിത് വെഡ്ഡിംഗ് സെന്റർ. ഇത് വലിയ ഉത്തരവാദിത്തമാണെന്നും അത് അതിൻ്റെതായ രീതിയിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഈ രംഗത്ത് തങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നതെന്നും ബാസിത് വെഡ്ഡിംഗ് സെന്റർ MD ബാസിത് ന്യൂസ് 99 പറഞ്ഞു. നമ്മളെ യൂണിഫോമിൻ്റെ ഒരു സംഗതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും റിസ്ക് ഉള്ള ഒരു കൺസെപ്റ്റാണ് യൂണിഫോമിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് നമ്മളിപ്പോൾ ഒരു 100 കുട്ടികൾക്ക് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യലും 10 കുട്ടികൾക്ക് 1000 കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഇവിടെ നല്ല ഡയറക്റ്റ് പുറത്ത് പോയിട്ട് പ്രൊഡക്ഷൻ ചെയ്യാറ്. ഓരോ സ്കൂൾ യൂണിഫോമിൻ്റെ അധ്യാപകരായാലും അവിടുത്തെ മാനേജ്മെൻറ്റ് നമ്മളെ സമീപിക്കും. നമുക്ക് ഇന്ന യൂണിഫോം വേണം, അവർ എന്താണോ ഡിസൈൻ തരുന്നത് ആ യൂണിഫോം നമ്മൾ പുറത്ത് പോയിട്ട് മുംബൈയിൽ നിന്നായാലും സൂറത്തിൽ നിന്നായാലും അഹമ്മദാബാദിൽ നിന്നായാലും നമ്മൾ അവരെ കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ യൂണിഫോം റെഡിയാക്കി കൊടുക്കും. നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് കാറ്റലോഗ് ഉണ്ട്. അത് ഓരോ വർഷത്തിനും ഓരോ കാറ്റലോഗ് വരും. 2024 ഒരു കാറ്റലോഗ്, 2025 ഒരു കാറ്റലോഗ്, 2026 ഓരോ കാറ്റലോഗ് നമ്മൾ അതായത് സ്കൂളിൽ പോയിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് ഡിസൈൻസ് കാണിച്ചു കൊടുത്തിട്ടും അവരുടെ ഡിസൈൻസ് നമ്മൾക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടൊക്കെയാണ് നമ്മളിവിടെ യൂണിഫോം സെറ്റാക്കുക. ഏകദേശം മലപ്പുറം ജില്ലേൻ്റെ ഏകദേശം ഒട്ടുമിക്ക ഒരു 90% സ്കൂളിൻ്റെ പിന്നെ കോളേജസിൻ്റെ യൂണിഫോം നമ്മളിവിടെ സപ്ലൈ ചെയ്യാറുണ്ട്. കാരണം നമ്മളിപ്പോൾ ഈ ഫീൽഡിൽ നമ്മൾ യൂണിഫോം ഫീൽഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 20 ഇയേഴ്സോളം മുന്നേ തന്നെ ആയി നമ്മൾ യൂണിഫോം നമ്മൾ എല്ലാ സ്കൂളും സപ്ലൈ ചെയ്തിട്ടുള്ളത്. എല്ലാ സ്കൂളും ഇപ്പോൾ ഗവൺമെൻറ് ആയിക്കോട്ടെ അൺഎയ്ഡഡ് ആയിക്കോട്ടെ എല്ലാ സ്കൂളും നമ്മൾ തന്നെയാണ് ഓൾമോസ്റ്റ് ചെയ്യാറ്. കാരണം വെച്ചാൽ ഇത് ഏറ്റവും റിസ്ക്കി ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം 1000 കുട്ടികൾക്ക് ഒരു കുട്ടികൾക്ക് പോലും യൂണിഫോം കിട്ടിയില്ലെങ്കിൽ അത് ഭയങ്കര ഒരു ചീത്തപ്പേരിട്ട് മാറും. പക്ഷേ നമ്മൾ ആ ഒരു കുട്ടീനെ നമ്മളത് പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത്രയും കറക്റ്റായിട്ടുള്ള യൂണിഫോം ക്വാണ്ടിറ്റി നമ്മളിവിടെ പ്രൊഡക്ഷൻ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. 25 വർഷത്തോളമായി നമ്മൾ യൂണിഫോം എല്ലാ സ്കൂളിലും നമ്മൾ ഏകദേശം സപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ഹോൾസെയിലായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ചില സ്കൂളിൽ ഇപ്പോൾ പ്ലെയിൻ കളർ മെറ്റീരിയൽ കിട്ടാതെ ഏതെങ്കിലും സ്കൂളിൽ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ അവർക്ക് ഹോൾസെയിലായിട്ട് തന്നെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ഏതെങ്കിലും യൂണിഫോം കിട്ടാതെ നമ്മൾ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമുണ്ട്. ഒരുപാട് ഏത് പിന്നെ സ്കൂൾ വന്നാലും നമ്മളത് തട്ടിക്കളയാറില്ല. എല്ലാ യൂണിഫോമും നമ്മളത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. നമ്മളിപ്രാവശ്യം യൂണിഫോമിൻ്റെ സെക്ഷൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ അതും പെരുന്നാട് ഒരുമിച്ച് വന്നുകൊണ്ട് ഒരുപാട് നമ്മൾ സ്റ്റാഫുകളെ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. യൂണിഫോമിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ടീമിനെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് പല സ്കൂൾ യൂണിഫോമിൻ്റെ പല രൂപത്തിലാണ് ഇപ്പോൾ നമ്മൾ സെക്ഷൻ വൈസ് ആയിട്ട് കൊടുക്കുന്നത്. ഓരോ സ്കൂളിനും ഓരോ ഭാഗത്തായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പെരുന്നാളുടെ ബിസിനസ്സും നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പണമുള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ വസ്ത്രരംഗത്ത് തിരഞ്ഞെടുക്കുന്ന സ്ഥാപനമായ ബാസിത് വെഡ്ഡിംഗ് സെന്റർ വർഷങ്ങളായി തിരൂർ നഗരസഭാ ഓഫീസിന് മുന്നിലാണ് പ്രവർത്തിച്ചിരുന്നത്. അടുത്ത കാലത്താണ് പുതിയ രൂപത്തിൽ തിരൂർ ചമ്മറോട്ടം റോഡിലെ പൂങ്ങോട്ടുകുളത്തേക്ക് സ്ഥാപനം മാറിയത്. ന്യൂസ് 99 തിരൂർ.